അവനി ഓഫീസിലെന്തോ അർജന്റ് കാര്യമാണെന്ന് പറഞ്ഞില്ലേ ചേച്ചി? 100 പ്രശ്നങ്ങൾ ഉണ്ടാവും അവനി. ഭാര്യ ഉള്ളപ്പോ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? എന്ത് ഉത്തരവാദിത്തം ചേച്ചി? പ്രാണനെ പോലെ എന്നെ കാക്കാനുള്ള സ്നേഹം എന്നോടുണ്ട്. നമ്മുടെ അവസ്ഥകൾ എപ്പോഴും ഒരുപോലെ അല്ലല്ലോ മോളെ. ചേച്ചി, എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കില്ല. അടുത്തു വന്ന് നിൽക്കാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്ഷമ കാണിക്കണ്ടേ ചേച്ചി? നീങ്ങ വന്നേ. കല്യാണം കഴിഞ്ഞതൊക്കെ ശരി, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ പറയാ അവനി. ഇല്ല ചേച്ചി. ഞാൻ അവരുടെ വീട്ടിൽ കയറി ചെന്ന ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. മനസ്സുകൾ ചേർന്നിട്ടുണ്ടെന്നല്ലാതെ മനുഷ്യരിനിയും ചേർന്നിട്ടില്ലല്ലേ? ഇന്നലെ അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ചേച്ചി. നീ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ നിന്റെ ഈ നന്മ ചില സമയത്ത് നിനക്ക് ദോഷവും ചെയ്യാറുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വാ. എന്തിനാ ചേച്ചി? അതൊക്കെ ഞാൻ പറയാം. അളിയൻ അവിടെ ഇല്ലേ ചേച്ചി? അയാൾ എങ്ങോട്ടോ പോയതാ. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. എന്തിനു പോയതാ? ചിലപ്പോ എന്തെങ്കിലും തരികിട പരിപാടി കാണും മോളെ. അത് നമുക്ക് അറിയാത്തതാണോ? വാ, പോകാൻ നോക്കാം. ചേച്ചി, ഞാനൊന്ന് ഫോൺ ചെയ്ത് പറയട്ടെ. ഇനി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാ പോരെ അവനി? നീ വന്നേ പോവാം. ചേച്ചി അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ അല്ലെ? ദർശനം ചെയ്തിട്ട് വരാം. വരൂ. സൗമ്യേ, വാ. നന്നായിട്ട് പഠിക്കാൻ പറ്റണമെന്ന് നല്ലോണം തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു. ശ്രീകരനെ പോലെ നല്ല വീട്ടിലൊരു പയ്യൻ എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയതിൽ ചേച്ചി എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും അവന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാത്തതില് സങ്കടമുണ്ട് എനിക്ക്. എന്റെ അനിയത്തിയുടെ നല്ല ജീവിതത്തിന് എല്ലാ ഐശ്വര്യങ്ങളും നൽകി അവളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും കൊടുക്കണേ അമ്മേ. എന്റെ അളിയൻ കാരണം എന്റെ ചേച്ചി എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ഇനിയെങ്കിലും അളിയന്റെ മനസ്സു മാറി അളിയന് നല്ല ബുദ്ധി തോന്നി ചേച്ചിയെ നോക്കണേ ദൈവമേ. പോയാലോ? ചെറിയച്ചൻ വിളിക്കുന്നു. ഹലോ. ഭക്ഷണം കഴിച്ചോ താൻ? ഇനിയും കഴിച്ചില്ല. ചേച്ചി ഭക്ഷണം ഉണ്ടാക്കുക. താൻ എവിടെയാ? ചേച്ചി വരാൻ പറഞ്ഞപ്പോ ഞാൻ അവരുടെ വീട്ടിൽ വന്നതാ. അപ്പൊ ചേച്ചിയുടെ ഭർത്താവ്? പുറത്തു പോയതാ. 3 ദിവസത്തേക്ക് ഇവിടെ കാണില്ലെന്ന്. ഇത് ഞാൻ ഫോൺ ചെയ്ത് പറയണമെന്ന് കരുതിയതാ. പക്ഷെ ഇപ്പൊ നിങ്ങളെന്തോ തിരക്കിലായതുകൊണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇതുവരെ കഴിച്ചില്ല. കഴിക്കണം. അമ്പലത്തിൽ തന്നെ ഒറ്റയ്ക്കാക്കി പോരുതായിരുന്നു അല്ലേ? പക്ഷേ എന്റെ അവസ്ഥ അതായതുകൊണ്ടാ എനിക്ക് പോകേണ്ടി വന്നത്. നിങ്ങൾ എന്റെ അടുത്തില്ലാത്ത നേരത്ത് ഞാൻ ഏകാന്തത അനുഭവിക്കാറുണ്ട് ഏട്ടാ.
പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോബ്ലംസ് ഇല്ലേ? എല്ലാ കാര്യത്തിലും നീ എന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നതില് താങ്ക് യു സോ മച്ച്. അമ്പലത്തിൽ വെച്ച് ഞാൻ അവനെ കണ്ടപ്പോ വല്ലാതെ പേടിച്ചു പോയി. ആരെ? ആ സുരേന്ദ്രനെ. നീ അവനെ കണ്ടു? അപ്പോ നിങ്ങൾ അവനെ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഈ കാര്യം അപ്പൊ തന്നെ നിന്നോട് വന്ന് പറയുന്നതിന് മുൻപേ എന്റെ സിറ്റുവേഷൻ ആകെ മാറിപ്പോയി. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് എത്തിക്കോട്ടെ, അവനെ അപ്പ ശരിയാക്കാം. അന്ന് ഹൈദരാബാദിൽ വെച്ച് നിങ്ങൾ ഫോഴ്സ് ചെയ്തപ്പോഴല്ലേ ഞാൻ അവനെ ചെരുപ്പ് കൊണ്ട് അടിച്ചത്. ഇനി ഞാനായിട്ട് തന്നെ അവനെ അടിക്കും. ഞാൻ ശ്രീകരന്റെ ഭാര്യയാണെന്ന് അഭിമാനത്തോടെ പറയും. അതിനൊക്കെയുള്ള ധൈര്യമുണ്ടോ? എന്റെ ധൈര്യം നിങ്ങളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ, നന്നായിട്ട് സംസാരിക്കും. ശരി, നാളെ നിങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നാൽ മതി. നിങ്ങളോട് ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളിപ്പോ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറഞ്ഞു? അന്ന് അമ്മയുടെ ഫോണിൽ ഒരു വട്ടം സംസാരിച്ചപ്പോ തൊട്ട് അച്ഛനെയും അമ്മയും ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നുണ്ട്. ഒറ്റത്തവണ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരൂ ഇപ്പോഴോ? പ്ലീസ് ഏട്ടാ. അതല്ല അവനി, ഞാൻ ഫാമിലിയിലുള്ള എല്ലാരെയും കാണണമെന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അച്ഛനെയും അമ്മേനെങ്കിലും ഒന്ന് കാണട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നൊരു പെൺകുട്ടിക്ക് എത്ര ആഗ്രഹമെങ്കിലും ഉണ്ടാവില്ലേ? ശരി, ഞാനിപ്പോ കാണിച്ചു തരാം. ചേച്ചി, ചേച്ചി ഒന്ന് വേഗം വാ. എന്താ അവനി? ഒന്ന് വാ ചേച്ചി. നീ എന്തിനാ വിളിച്ചേ? ശ്രീകരനോട് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മേനെയും വീഡിയോ കോളിൽ കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. ചേച്ചിക്കും കാണാലോ. അദ്ദേഹം ചേച്ചി വിളിക്കുന്നേ. അച്ഛനും അമ്മയും ഹാളിൽ തന്നെയുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോളൂ. അമ്മയും അച്ഛനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് എന്താ ഏട്ടാ? എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ കല്യാണം കഴിച്ച പോലെ. അതുകൊണ്ടാ അങ്ങനെ കാണിച്ചത്. ഡിസപ്പോയിന്റഡ് ആവണ്ട. താൻ വീട്ടിലേക്ക് വരുമ്പോ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോഴല്ലേ അതിന്റെ സർപ്രൈസ് കിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ കാണണ്ട. ശരി ഏട്ടാ. അവനി, ഞാനൊന്ന് സംസാരിക്കട്ടെ. മോനെ, നാളെ നമ്മുടെ വീട്ടിലേക്ക് നീ എന്തായാലും വരണേ. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എനിക്ക്. നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചുള്ള കാര്യമാണ്. ശരി ചേച്ചി, തീർച്ചയായിട്ടും വരാം. അമ്പലത്തിൽ അങ്ങനെ
അമ്മയെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയത് ശരിയായില്ല. അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു ചേച്ചി. ദയവ് ചെയ്ത് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാ ആ സുരേന്ദ്ര ഒരു വേട്ട നായെ പോലെ എപ്പോഴും ആവനിയുടെ പുറകിലുണ്ട്. അവൻ കാരണം ആവനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ എപ്പോഴും അവളുടെ കൂടെ തന്നെ. എടാ എന്നാ ഞാൻ തിരിച്ചു വിളിക്കാം. ബൈ. അവന്റെ അമ്മ പെട്ടെന്ന് കയറി വന്നപ്പോ അവന് ടെൻഷനായി പോയി കാണും. ശ്രീകർ വളരെ നല്ലവനാണെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ സുദിനം ഉടനെ ഉണ്ടാകും ചേച്ചി. ആ വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. വരുന്നുണ്ട്. നമസ്കാരം. 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 വരൂ, ഇരിക്കുക. താങ്ക് യു സാർ. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ചേരുന്ന ബന്ധങ്ങളാ. ഇവരിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ വിശദ വിവരങ്ങളെല്ലാം തന്നെ ആ ഫോട്ടോയുടെ പുറകിലുണ്ട്. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അവരുമായിട്ട് സംസാരിച്ചോളാം. അങ്ങനെയാവട്ടെ. നിങ്ങൾ ഫോൺ ചെയ്താൽ ഞാൻ വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ. എങ്കിൽ പിന്നെ ഇറങ്ങിക്കോട്ടെ സാറേ. മാട്രിമോണിയിലുള്ള ആളല്ലേ വന്നുപോയത്? ആർക്കാ കല്യാണം? തിടുക്കത്തില് ശ്രീകരനൊന്നും അല്ലല്ലോ അല്ലേ? ശ്രീകരന് വേണ്ടിയല്ല, കാവ്യയ്ക്ക് വേണ്ടി. ലഭിക്കാത്ത പുരുഷനും നടക്കാത്ത കല്യാണത്തിനും ഒരു പെൺകുട്ടി ആഗ്രഹം വളർത്തി അധികകാലം നിൽക്കുന്നത് നല്ലതല്ല. 1 or 2 വയസ്സ് ആൺകുട്ടികൾക്ക് കൂടിയാലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പെൺകുട്ടികൾക്ക് നടക്കേണ്ട സമയത്ത് തന്നെ വിവാഹം നടന്നിരിക്കണം. കാവ്യ ഞങ്ങളുടെ പേരക്കുട്ടിയാ. അവളുടെ കല്യാണം നടത്തേണ്ട ബാധ്യത നിങ്ങളെപ്പോലെ ഞങ്ങൾക്കുമുണ്ട്. അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നിങ്ങൾ നടക്കാത്ത സ്വപ്നങ്ങൾ കാണിച്ച് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. നോക്കൂ പൃഥ്വിരാജ്, നീ ഇവിടത്തെ അല്ല എന്നുള്ളൊരു വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഈ വീട്ടിലേക്ക് നീ കടന്നു വന്നതുപോലെ നിന്റെ മകൾ കാവ്യയും ഒരു വലിയ വീട്ടിലേക്ക് ചെന്നിരിക്കും. ചിലവുകൾ എന്തായാലും നിങ്ങൾ സമ്പാദിച്ച പൈസയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നോ എടുക്കേണ്ടതില്ല. അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണിച്ചാ പൂർണ്ണ മനസ്സോടെ അവൾ എങ്ങനെ സമ്മതിക്കും അമ്മേ? അതെ അമ്മേ, ആകെപ്പാടുള്ള ഒരു മകളാ. അവള് നാളെ മറ്റൊരു വീട്ടിൽ പോയി കരയേണ്ടി വന്ന പിന്നെ ഞങ്ങൾക്ക് എന്ത് സമാധാനമുള്ളത്? ഇവരോട് പറയുന്നതിനേക്കാ കാവ്യ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലത്. മോളെ കാവ്യ, കാവ്യ, ആ അമ്മമ്മ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അമ്മമ്മേ? നീ ഇവിടെ ഇരുന്നേ. ദാ ഇത് നോക്കിക്കേ. la
വരൂ. കാല് കഴുകിക്കോളൂ. വരൂ. വരൂ നീ. അല്ല ഏതേ കുട്ടിച്ചാത്തൻ? ഏയ്, ചെറിയച്ഛൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ പേടിപ്പിക്കുന്നു. ഹായ് ചെറിയച്ചാ. ഇത് കുട്ടിച്ചാത്തനല്ല, മാലാകെ പോലെ ഉണ്ട്. താങ്ക് യു ചെറിയച്ചാ. വരൂ, ഇരുന്നോളൂ. ചെറിയച്ച, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. എന്താ ചെറിയച്ഛന് എന്റെ ചെറിയമ്മയോട് ഇത്രയ്ക്ക് ഇഷ്ടം തോന്നിയത്? അത് പറയണമെങ്കിൽ ഒരു ദിവസം വേണം മോളെ. അത് സാരമില്ല, പറഞ്ഞു. ഏയ് സൗമ്യ, സ്കൂളിൽ പോവാൻ സമയമായില്ലേ? നിന്റെ ബുക്സ് ഒക്കെ പോയി എടുത്തു വെക്ക്. സുഖാണോ മോനെ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അച്ഛനും അമ്മയും ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ രണ്ടുപേരും കണ്ട ഒരുപാട് സന്തോഷായനെ. അത്രയ്ക്ക് പൊരുത്തമുണ്ട് നിങ്ങൾ തമ്മില്. നീ ഇരിക്കും മോനെ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വേഗം പോയി ഒരു കോഫി എടുത്തോണ്ട് വരാം. ചേച്ചി ഇരുന്നോളൂ. ആ, കുഴപ്പമില്ല. ഒരു മരുമകൻ വരുമ്പോ വീട്ടിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ അതിനൊന്നും പറ്റിയതല്ല. ദയവ് ചെയ്ത് ഞങ്ങളോടൊന്നും തോന്നരുത്. എനിക്ക് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ചേച്ചി. അങ്ങനെ പറയുന്നത് നിന്റെ നല്ല മനസ്സ്. പക്ഷെ ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അവന് എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവൾ എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട്. ചേച്ചി വെറുതെ വിഷമിക്കണ്ട.